വൃശ്ചികം രാശിക്കാരെ, ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കലണ്ടറിലെ മറ്റൊരു മാസം മാത്രമല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വിധി വാതിൽ തുറക്കുന്ന മാസം ആണിത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ചെറിയ അശ്രദ്ധ, ഒരു തെറ്റായ തീരുമാനം അല്ലെങ്കിൽ തെറ്റായ ഒരാളെ വിശ്വസിക്കൽ നിങ്ങളുടെ കൈവന്ന ഭാഗ്യം പോലും നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. ഈ മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന ഒരു വാർത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റാൻ സാധ്യത കാണുന്നു. അത് തൊഴിൽ സംബന്ധിച്ചതാണോ, സാമ്പത്തിക നേട്ടമാണോ, കുടുംബത്തിലെ സന്തോഷ വാർത്തയാണോ, അതോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റെന്തെങ്കിലുമാണോ? വീഡിയോയുടെ അവസാന നിമിഷം വരെ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഉത്തരം പൂർണ്ണമായി ലഭിക്കൂ. കാരണം ഈ മാസത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള സമയവും ചെയ്യേണ്ട ഒരു പ്രധാന പരിഹാരവും അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്. നമസ്കാരം, ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസഫലമാണ്. വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങൾ കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടും. വ്യക്തിഗത ജാതകത്തിലെ ദശയും അപഹാരവും ഗ്രഹബലവും അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവെ ഈ മാസം വൃശ്ചികം രാശിക്കാർക്ക് മുന്നേറ്റത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും മാസമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദവും അനിശ്ചിതത്വവും പതുക്കെ മാറിത്തുടങ്ങുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില അവസരങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. പലരും നിങ്ങളെ അവഗണിച്ച സാഹചര്യങ്ങൾ മാറുകയും നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഏറെ നാളായി കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കാത്തവർക്ക് ഈ മാസം പ്രതീക്ഷയുടെ വെളിച്ചം കാണാം. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കാണുന്ന മാസമാണിത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും അതിലൂടെ കൂടുതൽ അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്ന മാസമാണ്. ചിലർക്ക് ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ എന്നിവയെ സംബന്ധിച്ച് സൂചനകൾ ലഭിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ഒരു അഭിമുഖത്തിനുള്ള വിളിയോ മുമ്പ് ജോലി പ്രതീക്ഷിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് വിവരമോ ലഭിക്കാൻ ഈ മാസം സാധ്യത കാണുന്നു. സർക്കാർ ജോലി ലക്ഷ്യമിടുന്നവർക്ക് തയ്യാറെടുപ്പ് അവസാന നിമിഷം വരെ ആത്മവിശ്വാസത്തോടെ തുടരുകയാണെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കാൻ ഈ മാസം സാധ്യത കാണുന്നു. ഈ മാസത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും തുറന്നു പറയരുത്. നിങ്ങളുടെ പുരോഗതി ആഗ്രഹിക്കാത്ത ചിലർ നിങ്ങൾക്ക് ചുറ്റുപാടിൽ തന്നെ ഉണ്ടാകാം. അതുകൊണ്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വന്തം വിവേകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. വ്യാപാര രംഗത്തുള്ളവർക്ക് ഓഗസ്റ്റ് മാസം വളർച്ചയുടെ സൂചനകൾ നൽകുന്നു. പുതിയ ഉപഭോക്താക്കളും പുതിയ കരാറുകളും ലഭിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. ഓൺലൈൻ ബിസിനസ്, സേവന മേഖല, കച്ചവടം, നിർമ്മാണം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു പണമിടപാട് ഈ മാസം പൂർത്തിയാകാൻ സാധ്യത കാണുന്നു. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം മാത്രം അന്തിമ തീരുമാനം എടുക്കാവൂ. വിശ്വസിച്ച ആളുകളിൽ നിന്ന് ചെറിയ നിരാശ ചിലർക്ക് ഉണ്ടാകാം. അതുകൊണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. സാമ്പത്തികമായി ഈ മാസം മുൻ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആശ്വാസം നൽകും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും. ചിലർക്ക് പ്രതീക്ഷിക്കാത്ത ധനലാഭം ലഭിക്കും. പഴയ കടങ്ങൾ തീർക്കാനും ഉള്ള സാഹചര്യം വന്നു ചേരാം. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഈ മാസം നിങ്ങൾക്കുണ്ടാകാം. കയ്യിൽ പണം വന്ന ഉടൻ അമിത ചെലവുകൾ നടത്താതെ ഇരിക്കുക. മാസാവസാനത്തോടെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ആവശ്യത്തിനായി പണം വേണ്ടിവരാൻ സാധ്യത കാണുന്നു.
ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ഓരോ സാമ്പത്തിക തീരുമാനവും 2 തവണ ആലോചിച്ച ശേഷം മാത്രമായിരിക്കണം. കാരണം ഒരു ശരിയായ തീരുമാനം അടുത്ത പല മാസങ്ങളിലേക്കുള്ള സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ മാസം കുടുംബജീവിതത്തിൽ സന്തോഷവും ചെറിയ പരീക്ഷണങ്ങളും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ക്ഷമയും പക്വതയും കാരണം അത് വലിയ പ്രശ്നങ്ങളായി മാറാൻ സാധ്യതയില്ല. ഏറെ നാളായി അകന്നു നിന്ന ഒരു ബന്ധു വീണ്ടും നിങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ്. വീട്ടിൽ ഒരു ശുഭകർമ്മത്തെക്കുറിച്ചുള്ള ആലോചനകൾ ആരംഭിക്കാനും സാധ്യത കാണുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ ഈ മാസം വന്നു ചേരുന്നതാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ദാമ്പത്തിക ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ പിന്തുണ നിങ്ങൾക്ക് ഈ മാസം വലിയ ആത്മവിശ്വാസം നൽകുന്നു. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. എന്നാൽ കോപത്തിൽ പറയുന്ന ഒരു വാക്കുപോലും വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു മാസമാണ്. ചിലർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കുന്ന കാര്യത്തിലും അനുകൂല സൂചനകൾ ഈ മാസം കാണുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് സ്വന്തം ബന്ധത്തെ സംശയിക്കുന്ന പ്രവണത നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഈ മാസം വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. മക്കളുടെ കാര്യത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധ്യത കാണുന്നു. പഠനത്തിലും മത്സരങ്ങളിലും അവരുടെ നേട്ടങ്ങൾ നിങ്ങളെ അഭിമാനിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച ഏകാഗ്രത ലഭിക്കും. പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ പ്രതീക്ഷിച്ചതിലും മികച്ച ഫലം നേടാൻ സാധിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ഈ മാസം വന്നു ചേരും. വിദേശ പഠനം ലക്ഷ്യമിടുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ഈ മാസം ലഭിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. ക്ഷീണം, ഉറക്കക്കുറവ്, തലവേദന, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ, അലർജി പോലുള്ള അസ്വസ്ഥതകൾ എന്നിവ അനുഭവപ്പെടാം. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ മരുന്ന് മുടക്കരുത്. ഭക്ഷണക്രമത്തിലും സമയക്രമത്തിലും ശ്രദ്ധ ചെലുത്തിയാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥനയും ധ്യാനവും സമയം മാറ്റിവെക്കണം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. ചിലർക്ക് ജോലി മാറാനുള്ള അവസരം ലഭിക്കാം. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ് ഈ മാസം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന വിസയോ രേഖകളോ സംബന്ധിച്ച കാര്യങ്ങളിൽ പുരോഗതി കാണാം. എല്ലാ രേഖകളും വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ മാസം നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ മാറ്റങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരും വെറും ആവശ്യത്തിനു വേണ്ടി മാത്രം അടുത്തുകൂടി നിന്നവരും ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. അതിൽ പിന്നീട് വിഷമിപ്പിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ പാഠമായി മാറും. ചിലരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു പുതിയ വ്യക്തി കടന്നു വരാൻ സാധ്യത കാണുന്നു. ആ വ്യക്തിയിലൂടെ തൊഴിൽ, ബിസിനസ് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലെ ഒരു വലിയ അവസരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. എന്നാൽ ഈ മാസത്തിൽ നിങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. ഓഗസ്റ്റ് മാസത്തിൽ അവസാന ഭാഗത്ത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു നിർണായക തീരുമാനം നിങ്ങൾ എടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. ആ തീരുമാനം ശരിയായാൽ അടുത്ത മാസങ്ങളിലെ നിങ്ങളുടെ ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വൃശ്ചികം രാശിയിലെ 3 നക്ഷത്രക്കാരുടെയും പ്രത്യേക ഫലം നോക്കാം. ആദ്യം വിശാഖം 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ മാസം പഴയ തടസ്സങ്ങൾ മാറി പുതിയ തുടക്കങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു ആഗ്രഹം സഫലമാകാൻ സാധ്യതയുള്ള മാസമാണ്.
ജോലിയിൽ അംഗീകാരവും സാമ്പത്തികമായി ആശ്വാസവും ലഭിക്കുന്ന ഒരു മാസമാണ്. ബന്ധുക്കളുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധ്യത തൊഴിൽ ബിസിനസ് മേഖലകളിലാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം നിങ്ങളെ തേടിയെത്താം. ചിലർക്ക് പുതിയ ജോലി, ചിലർക്ക് വിദേശമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, മറ്റു ചിലർക്ക് വരുമാനം വർദ്ധിക്കുന്ന പുതിയ മാർഗങ്ങൾ എന്നിവ ലഭിക്കും. അഹങ്കാരമോ അമിത ആത്മവിശ്വാസമോ കാണിക്കാതെ വിനയത്തോടെ മുന്നോട്ടു പോകുന്നത് വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം ഭാഗ്യത്തിൻ്റെ പിന്തുണ വ്യക്തമായി അനുഭവപ്പെടും. ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്ത കേൾക്കാൻ ഈ മാസം സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. സ്വത്ത്, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകാം. എന്നാൽ അനാവശ്യ തർക്കങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. ഇതുവരെ നഷ്ടമായി എന്ന് കരുതിയ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നഷ്ടമായിരുന്നില്ല. അവ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ക്ഷമ കൈവിടരുത്. ഈ മാസത്തിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഓരോ ചുവടും ഭാവിയിലെ വലിയ വിജയത്തിന് അടിത്തറയാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം പുതിയ സമ്പാദ്യ പദ്ധതികൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. എന്നാൽ അമിത റിസ്ക്കുള്ള നിക്ഷേപങ്ങളിൽ ചാടിക്കയറുന്നത് ഒഴിവാക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ആത്മീയമായി ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. എല്ലാ ചൊവ്വാഴ്ചയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ദർശനം നടത്താൻ കഴിയുന്നവർ അതിന് ശ്രമിക്കേണ്ടതാണ്. മഹാദേവന് ജലധാര സമർപ്പിച്ച് ഓം നമഃശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും ഓം ശരവണഭവ എന്ന മന്ത്രം ഭക്തിയോടെ ചൊല്ലുന്നതും മനസ്സിന് ആത്മവിശ്വാസവും സമാധാനവും ഐശ്വര്യവും നൽകും. കഴിയുന്നവർ ദരിദ്രർക്കോ ക്ഷേത്രത്തിനോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെറിയ ദാനം നൽകുന്നതും ഈ മാസത്തിൽ ആത്മീയമായി ശുഭഫലം നൽകും. ഭാഗ്യദിനങ്ങൾ ചൊവ്വയും വ്യാഴവും കൂടുതൽ അനുകൂലമായ ദിവസങ്ങളാണ്. ഭാഗ്യനിറങ്ങളായി ചുവപ്പും മഞ്ഞയും നിങ്ങൾക്ക് നല്ല ഊർജം നൽകും. ഭാഗ്യസംഖ്യ 3ഉം 9ഉം എന്നിവയാണ്. ഒടുവിൽ ഒരു കാര്യം കൂടിയും പറയാം. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ആദ്യ ദിവസം തന്നെ സംഭവിക്കില്ല. ചില അവസരങ്ങൾ ആദ്യം ചെറുതായി തോന്നും, പിന്നീട് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുക. അതുകൊണ്ട് ഈ മാസം ഒരു അവസരവും നിസ്സാരമായി നിങ്ങൾ കാണരുത്. ഓരോ ദിവസവും പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം ഈ ഓഗസ്റ്റ് മാസം വൃശ്ചികം രാശിക്കാരിൽ പലർക്കും ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാകാൻ സാധ്യത കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം കമൻ്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ പങ്കുവയ്ക്കൂ. ഇനിയും ഇത്തരം കൃത്യമായ രാശിഫലങ്ങളും നക്ഷത്രഫലങ്ങളും ലഭിക്കാൻ ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞ ഒരു ഓഗസ്റ്റ് മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.